തലമുടി നല്ല കരുത്തോടെ നല്ല കറുപ്പോട് കൂടിയിട്ട് വളരാനൊക്കെ ആയിട്ടും അകാല നര തുടങ്ങിയിരിക്കുന്ന ടീമുകളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് തലയിൽ തേച്ചോട്ടോ. മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും, നല്ല ബലവും കിട്ടും. എണ്ണ നിങ്ങൾക്ക് കാച്ചും വേണ്ട, ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾ പൊടി ഉണ്ടാക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഉണ്ടാക്കി ഹെയർ സിറമായിട്ട് തല കഴുകുകയും ചെയ്യാം, എണ്ണയിലിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില എടുക്കാം. കറിവേപ്പില നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെയാണ് കരിഞ്ചീരകവും കറുപ്പും തിളക്കവും കിട്ടുന്ന മാത്രമല്ല, അകാലം നര തടയാനൊക്കെ ആയിട്ടും ഈ കരിഞ്ചീരകവും കറിവേപ്പിലയും നല്ലതാണ്. കൂടുതൽ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയ്ക്ക് തലയ്ക്ക് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് താരം മാറാനൊക്കെ ആയിട്ടും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ടും ഉലുവയും നല്ലതാണ്. പിന്നെ നരയുള്ള ആളുകൾക്ക് ഈ കൂട്ടത്തിൽ നമ്മൾ വറുത്ത് കൊടുക്കണതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ, ഈ മൈലാഞ്ചിയുടെ ഇലയില്ലേ, ഈ മൈലാഞ്ചിയുടെ ഇലയും ഈ കൂട്ടത്തിലേക്ക് ഇട്ട് വറുത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് തലമുടി നര ഉള്ളവർക്ക് നല്ലൊരു എണ്ണ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ മൈലാഞ്ചിയുടെ ഇല ഇടാത്തതെന്നറിയാവോ, ഉണങ്ങിയ മൈലാഞ്ചിയുടെ ഇല ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കൊമ്പ് ഒടിച്ചു വെച്ചു. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഉണങ്ങിയതുകൊണ്ട് ഞാൻ ആ കൂട്ടത്തിലേക്കിട്ട് പറക്കാതിരുന്ന കേട്ടോ. അപ്പം നിങ്ങൾ പച്ച ഇലയാണ് പറക്കുന്നതെങ്കിൽ പറിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ആ വറക്കണതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മൈലാഞ്ചിയുടെ ഇല കൂടെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം കുറച്ച് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ എനിക്കത് കരിമുരാന്ന് വരും, കിലുകിലൂന്ന് നല്ല ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് നെല്ലിക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അകാലനര മാറുന്നല്ല, ഈ കയ്യൊന്നിക്ക് അവിടെ നിന്ന് കിട്ടുമെങ്കിൽ നിങ്ങളത് ഇല ഉണക്കിയിട്ടാലും മതി. ഇനി ഇതിൻ്റെയൊക്കെ കോംബോ ആയിട്ടുള്ള നെല്ലിക്കയുടെയും നമ്മുടെ ഈ കയ്യോന്നിയുടെയും റീത്തയുടെയും ഈ നീലമരിയുടെയൊക്കെ പൗഡർ കോംബോ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ മലയാളം എഴുത്ത് കണ്ടോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ആ എഴുത്തിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ വാങ്ങാനുള്ള ലിങ്ക് കാണാം കേട്ടോ. അതിൻ്റെ അകത്ത് നീലമരിയുടെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാത്തിൻ്റെയും കോംബോ ആയിട്ടുള്ള പൗഡർ എടുപ്പുണ്ട് 6 പാക്കറ്റായിട്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ കരിഞ്ചീരകം 1/2 കിലോയുടെയും 1/4 കിലോയുടെയും റോസ്മെരി ലീഫ് 1/2 കിലോയുടെയൊക്കെ കിടപ്പുണ്ട്. നിങ്ങൾ ഗ്രാം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട എത്ര ഗ്രാമാണെന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചോ. കടയിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് ലാഭത്തിൽ കിട്ടും. കടയിലൊക്കെ 100 ഗ്രാമിന് അങ്ങോട്ട് 80 രൂപ 100 രൂപയ്ക്കും കൊടുക്കണം. ആ 100 200 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1/2 കിലോയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിച്ചോ. അപ്പോൾ നിങ്ങളിങ്ങനെ പൊടി ഉണ്ടാക്കിയെന്ന് ഇത് എടുക്കുക. എന്നിട്ട് നിങ്ങൾ തേക്കുന്ന എണ്ണ ഏതാണോ, വെളിച്ചെണ്ണയോ നല്ലെണ്ണയിലേക്ക് ഇട്ട് വെച്ചാലും മതി. ഞാനിപ്പോൾ നല്ലെണ്ണയിലേക്ക് ഇട്ട് വെച്ചേക്കണേ. പിന്നെ കുറച്ച് റോസ്മെരിയുടെ ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയ്ക്ക് നല്ല മണമായിരിക്കും, നമുക്ക് തലയ്ക്ക് നല്ല മണം കിട്ടും മുടിക്ക്. അപ്പോൾ നിങ്ങളത് എണ്ണയിലേക്ക് നിങ്ങൾ റോസ്മെരിയുടെ ലീഫും കൂടെ ഇട്ട് വെച്ചിട്ട് വെക്കുവാണെങ്കിൽ എണ്ണയ്ക്ക് ഒരു ചുവന്ന കളർ വരും കേട്ടോ. ആ എണ്ണ തലയിൽ തേക്കുവാണെങ്കിൽ നര തടയും, മുടി കൊഴിച്ചിലും മാറും. പിന്നെ ആ പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടിയില്ലേ, ആ പൊടി നിങ്ങൾക്ക് 1 സ്പൂൺ ഇട്ടിട്ട് കുറച്ച് തേയിലയും കൂടെ പൊടി ചേർത്ത് വെള്ളം ഉണ്ടാക്കിയിട്ട് തല കഴുകി കൊടുക്കാനും നല്ലതാണ് ഇങ്ങനെ. അപ്പം ഇത് ചൂടാറിയതിന് ശേഷം വെറുതെ നമ്മൾ കുളിച്ച് കയറാൻ നേരത്തെ തല കഴുകി ലാസ്റ്റത്തെ വെള്ളം തല കഴുകി ഈ വെള്ളം വെച്ച് കഴുകി വിട്ടിട്ട് തല തുടച്ച് കയറിയാൽ മതി. നര തടയും. ഇങ്ങനെ എണ്ണ ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് ഈ റോസ്മെരി ലീഫൊക്കെ ഓഫർ പ്രൈസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ക്ലിക്ക് ചെയ്യുക. താഴെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമേ.